നോക്കിക്കോടാവേ. ഇന്നത്തെ ബ്യൂട്ടിഫുൾ ഡേ മോർണിംഗ്. നമ്മൾ രാവിലെ എഴുന്നേറ്റു, ജസ്റ്റ് ഒരു കാപ്പി കുടിച്ചത്. എല്ലാവരും തീയൊക്കെ കാഞ്ഞിരിക്കുകയാണ്. ഇന്ന് അത്യാവശ്യം നല്ല തണുപ്പാണ്. പിന്നെ ഇന്ന് സൺറൈസ് 7:45. അപ്പോൾ ഞങ്ങൾ നേരത്തെ എഴുന്നേറ്റു. അപ്പോൾ റിലാക്സ് ചെയ്തൊരു കാപ്പിയൊക്കെ കുടിച്ച് ബ്രേക്ക്ഫാസ്റ്റൊക്കെ കഴിച്ച് പതുക്കി ഇവിടെ നിന്ന് ഇറങ്ങാമല്ലോ. അപ്പോൾ ഇന്നൊരു നല്ല ഡേ കിട്ടുമെന്ന് നമ്മൾ പ്രതീക്ഷിക്കുന്നു. നമുക്ക് നോക്കാം. ഏതായാലും ഇന്നത്തെ സംഭവബഹുലമായ ദിവസത്തിലേക്ക് നിങ്ങൾക്ക് സ്വാഗതം കേട്ടോ. ഹണ്ടിൻ്റെ ഏറ്റവും വലിയ രസം എന്ന് പറഞ്ഞാൽ ഇതാണ്. നമ്മൾ രാവിലെ എഴുന്നേൽക്കുക, നല്ല തീയൊക്കെ കാഞ്ഞ് നമ്മളൊരു ശിലായുഗത്തിലേക്ക് ഒന്ന് മടങ്ങുക കേട്ടോ. അതാണ് പരിപാടി. എല്ലാവരും ഓക്കെ രാവിലെ? അപ്പോൾ ഗായ്സ്, നമ്മൾ രാവിലെ ഏകദേശം 7 മണിയായിട്ടോ. 7 മണിയായപ്പോൾ നമ്മൾ ഇവിടെ ജസ്റ്റ് സൺറൈസ് ആയി വരുന്നേ ഉള്ളൂ. അപ്പോൾ നമ്മളിത് ഒന്ന് റെഡിയായി വരുവാണ്. ശലാപുരമൊക്കെ രാവിലെ കഴിഞ്ഞിട്ട് 3 മുട്ട അടിക്കും. 2 ചേച്ചിയല്ല പവറല്ലേ? ചേച്ചിയൊക്കെ രാവിലെ ഇന്നലെ തൊട്ടേ ഇരിക്കും. ഇന്നാണെങ്കിൽ തകർക്കണം പറഞ്ഞത്. അതെ, നമ്മളാണെങ്കിൽ റെഡി ആയിക്കൊണ്ടിരിക്കുകയാണ്. അതെ, എല്ലാ സാധനമൊക്കെ ഒന്ന് സെറ്റായിട്ടേ എടുത്തു നോക്കണം. ഇന്നിപ്പോൾ കുറച്ച് നേരമല്ലേ ഉള്ളൂ, നമുക്ക് ഇപ്പം തന്നെ പോകണം. അപ്പോൾ നമുക്ക് ഈ ബാക്കി ആക്ഷൻ വഴി കാണും കേട്ടോ. ഉണ്ണിച്ചേട്ടനാണെങ്കിൽ അവിടുന്ന് നമ്മുടെ വിറകുകൾ പിറക്കി ഇങ്ങോട്ട് ഇടുന്നു കേട്ടോ. അവിടെ നമുക്ക് കുറേ വിറക് കിടപ്പുണ്ടോ ഇതിൻ്റെ പുറകിൽ. ഇവിടുന്ന് നമുക്ക് വിറക് കത്തിക്കാനുള്ള വിറകെല്ലാം തപ്പിച്ച് സെറ്റാക്കി വെച്ചിട്ടുണ്ട്. അതിനെ പിറക്കി ഇങ്ങോട്ട് ഇടുന്നു. ആഹാ, വേറെ ചേച്ചിയാണെങ്കിൽ ഇവിടെ ജാക്കറ്റൊക്കെ ഇട്ട് റെഡി ആയിട്ട് ഓക്കെ അല്ലേ? ഇന്നലെ കാലുവേനൊക്കെ മാറിയില്ലേ? കുറഞ്ഞു. അപ്പോൾ വരാതെ നമ്മൾ പതുക്കി ഇവിടെ നിന്ന് ഇറങ്ങുവാണ് കേട്ടോ. നമുക്ക് ചെറുതായിട്ട് രാവിലെ തന്നെ വൃത്തികെട്ട മഴയും കാര്യങ്ങളെല്ലാം ഉണ്ട്. കുഴപ്പമില്ല, നമുക്ക് നോക്കാം. ബൈക്കിൽ ഏരിയയിൽ പരിസരങ്ങളിലൊക്കെ ഒന്ന് നടന്നിട്ട് വൈകിട്ടാകുമ്പോഴത്തേനും വണ്ടിയായിട്ട് വരും. വന്നിട്ട് മുന്നോട്ട് പോകുന്ന ഓർത്തോണ്ടിരിക്കുന്നു കേട്ടോ. എല്ലാവരും രാവിലെ തന്നെ റെഡിയായി. ചെറുതായിട്ട് വെട്ടൊക്കെ വന്നു തുടങ്ങി. എങ്ങാനും വല്ല സാധനത്തിന് കിട്ടുവാണെങ്കിൽ കൊണ്ടുപോകാനായിട്ട് 2 വടിയുണ്ട്. ഒരാൾക്ക് കാലുവേന എടുക്കുവാണെങ്കിൽ കുത്തി നടക്കാനായിട്ട് വടിയും, വേറെ ആൾക്ക് നമുക്ക് വില കിട്ടിക്കഴിഞ്ഞാൽ കൊണ്ടുവരാനായിട്ടുള്ള ചെറിയ വടിയും. കാരണം നമുക്ക് വണ്ടിയില്ല കേട്ടോ, നടക്കാനായിട്ടുണ്ട് കുറച്ച് നേരം. നമ്മൾ എല്ലാവരും പവറായിട്ട് രാവിലെ തന്നെ ഇറങ്ങി കേട്ടോ. നമ്മൾ സ്ഥിരം പോകുന്ന ഇതിൻ്റെ അപ്പുറം കുറച്ച് ബുള്ളൊക്കെ ഉള്ള സ്ഥലങ്ങളാണ്. അപ്പോൾ അവിടേക്ക് ഒന്ന് പോയി നോക്കാമെന്ന് വെച്ചു രാവിലെ തന്നെ. അവിടെ വല്ല ഉണ്ടെങ്കിലേ ഒക്കെ തീറ്റയൊക്കെ തിന്ന് ഇതിൽ കറങ്ങി നടന്ന് ഇവിടെയൊക്കെ വരുമോ? ഇവിടെയൊക്കെ ഉണ്ട്, നമുക്ക് നോക്കാം. ഇതിലൊക്കെ പോയിട്ടുണ്ട് കേട്ടോ. രാത്രി ഇങ്ങനെ പോയി കണ്ടെന്ന് അറിയത്തില്ല. നമ്മൾ പോയി നോക്കണം. അവിടെ എപ്പോഴും ഉള്ള ഒരു ചാൻസുള്ള സ്ഥലം അവിടെ. സാധാരണ നമ്മുടെ ഈ ഭാഗത്തൊക്കെ ഒത്തിരി കൊള്ളായിരുന്നു. ഇവിടെയൊക്കെ പുള്ളം അതെല്ലാം അങ്ങനെയൊക്കെ വന്നിക്കുന്ന അവിടെ ഇല്ലല്ലേ? നമുക്ക് പണ്ട് വന്നപ്പോൾ കിട്ടിയ സ്ഥലമാണ് ഇവിടെ. ഒരു നല്ലൊരു ബുള്ളി അടിച്ച സ്ഥലമാണ്. എല്ലാ രസമാണ് നിൽക്കുന്നത്. നല്ല കോടൊക്കെ പയ്യെ ഇറങ്ങി വന്ന് നല്ല പയ്യെ ഇങ്ങനെ ഇറങ്ങിക്കൊണ്ടിരിക്കുക കേട്ടോ. തൊട്ട് താഴെ ചെറിയൊരു അരുവി. അവിടെ ബ്യൂട്ടിഫുൾ മോർണിംഗ്. അപ്പോൾ ഗൈസ്, നമ്മൾ ഉദ്ദേശിച്ച പോലെ തന്നെ ഇവിടെ വന്നപ്പോൾ അവിടെ ഒരു മാൻഡിപ്പുണ്ട്. അപ്പം നമ്മുടെ ഉണ്ണിക്കടായാണ് ആദ്യമേ ചൂടെടുക്കാൻ പോകുന്നത്. നല്ല മഴ പെയ്തുകൊണ്ടിരിക്കുക. അപ്പോൾ ഞാൻ സൈഡിലായിട്ട് വന്നിട്ട് വേണം നമ്മൾ ഓടി വെക്കാനായിട്ട്. അവിടെ നിൽപ്പുണ്ടായിരുന്നു കേട്ടോ ഗൈസ്.
നമ്മൾ അവിടെ പോയിട്ട് നമുക്കൊന്നും കിട്ടിയില്ല. നമ്മൾ രണ്ടെണ്ണത്തിന് കണ്ട്, പക്ഷെ അവിടെ ഓടിപ്പോയി. സ്റ്റാർട്ട് ചെയ്തോളൂ. ഇവിടെ അങ്ങോട്ട് പോയിട്ട് വേണം നമുക്ക് കുറെ നോക്കാനായിട്ട്. നല്ല രീതിയിൽ മഴ കൂടിക്കൊണ്ടിരിക്കുക, പക്ഷെ പെർഫെക്റ്റ് വിറ്റു. എല്ലാം നമുക്ക് അടിപൊളി സമയം. ഇതിന് മാനൊക്കെ പുറത്തിറങ്ങാൻ ഒരു ആക്ടിവിറ്റി കാണുന്നുണ്ട്. നമ്മൾ അവിടെ പോയി നോക്കിയിട്ട് വന്നു, പക്ഷേ ഒന്നും കണ്ടില്ല. പക്ഷെ നമ്മുടെ വീടിൻ്റെ തൊട്ടടുത്ത് തന്നെ ആ ഒരു ഭാഗത്തായിട്ട് എന്തോ നിൽപ്പുണ്ട് അവിടെ. പക്ഷെ അവിടെ അവിടെ പോയി നോക്കണം. ആരും ക്ലിയറിങ്ങില്ല. നമുക്ക് ഇവരോട് അവിടെ നിൽക്കാൻ പറയാം. നമ്മുടെ അവിടുത്തെ സാധനം മിസ്സായിപ്പോയി. ഇനി നമുക്ക് ഇവിടെ നിന്ന് അങ്ങോട്ട് നടക്കാം. പക്ഷേ ഇപ്പം എന്തായാലും കുറേ ആക്ടിവിറ്റീസ് ഉണ്ടെന്ന് തോന്നുന്നേ. ഇവിടേക്ക് എന്തെങ്കിലും രാത്രിയിലൊക്കെ വന്നിട്ടുണ്ട്. നല്ല ഫ്രഷ് ചടങ്ങുണ്ട്. അപ്പം നമുക്ക് ഇവിടെ ഒരു ചാൻസ് ഉള്ള സ്ഥലമാണ് ഗൈസ്. നമുക്ക് നോക്കാം. എങ്ങനെയാണ് നടന്നിട്ട്? അടുത്തോ ഇവരെ കുഴപ്പമില്ല. കണ്ട ആവേശത്തിൽ ഉള്ളടിക്കാൻ പോകത്തില്ല. നമ്മുടെ സ്ഥലമൊക്കെ കുറയും പാപ്പനങ്ങളെ മുമ്പോട്ട് പോയിട്ട് അവിടെയാണെങ്കിൽ എല്ലാം നോക്കാനായിട്ട് അവിടെ ക്ലിയറിംഗ് ഉണ്ട്. അപ്പം നമുക്ക് ചാൻസ് ഉണ്ടെങ്കിൽ അവിടെ നമുക്ക് ഒരെണ്ണം കിട്ടും. ഞങ്ങളിവിടെ വെയിറ്റ് ചെയ്യുവാണേ. അപ്പം ഗൈസ് നമ്മളാണെങ്കിൽ ഇത്ര നടന്ന് നമ്മളിവിടം വരെ എത്തി. നമുക്കാണെങ്കിൽ ഇതുവരെ ഒന്നും കിട്ടിയില്ല. അപ്പം ഇവിടുന്ന് ഇനി അങ്ങോട്ടും കുറച്ച് നേരം പോയി നോക്കണം. ഭയങ്കര കാറ്റും അതൊക്കെ ഉള്ളതുകൊണ്ടാണ്. അപ്പോൾ അവർ രണ്ടുപേരും കൂടെ അങ്ങോട്ട് പോയിട്ടുണ്ട്. നമ്മൾ ജസ്റ്റ് വെയിറ്റ് ചെയ്യുവാണേ. ഇനി വന്നിട്ട് വേണം നമുക്കാണെങ്കിൽ ഇനി തിരിച്ച് പോകണോ ഇപ്പം മുമ്പോട്ട് പോകണോ നോക്കാനായിട്ട്. ഞങ്ങൾക്ക് മുകളിൽ നിന്ന് ചെറിയൊരു ഓപ്പർച്യൂണിറ്റി കിട്ടിയായിരുന്നു. ഞങ്ങളെ തന്നെ നോക്കി നിൽക്കുമായിരുന്നു. ഓപ്പൺ ലാൻഡിൽ വരുന്നു. അപ്പോൾ ചെറിയൊരു കുറ്റിച്ചെടിയുടെ പുറകെ ഞങ്ങൾ കുറേ നേരം മറിഞ്ഞിരുന്നു. പക്ഷേ ഞങ്ങളെ കണ്ടതുകൊണ്ട് നമുക്ക് നോക്കൊന്നും ചെയ്യാൻ പറ്റുന്നില്ല. കാരണം ഞങ്ങൾ അങ്ങോട്ടും ഇങ്ങോട്ടും മാറി അത് ഓടിപ്പോയിരുന്നു. സൈഡ് വൈസ് പോലെ അങ്ങോട്ടും തിരിഞ്ഞിരിക്കുമായിരുന്നെങ്കിൽ നമുക്കൊരു ഷൂട്ടിംഗ് ഓപ്പർച്യൂണിറ്റി കിട്ടിയാലേ. ഇത് പെട്ടെന്ന് ഞങ്ങളെ കണ്ടു, ഒന്ന് മുകളിൽ പോയി നിന്നിട്ട് വീണ്ടും കാട്ടിലേക്ക് കയറിപ്പോയി. ദാറ്റ്സ് എ ബ്യൂട്ടി ഓഫ് ഹണ്ടിങ്. നമുക്ക് നോക്കാം. ചിലപ്പം അടുത്ത 5 മിനിറ്റിനുള്ളിൽ കിട്ടും, ചിലപ്പോൾ 5 മണിക്കൂർ കഴിയുമ്പോൾ കിട്ടും. നോക്കാം കേട്ടോ. നമ്മളിപ്പോൾ ഇവിടെ വന്നപ്പോഴാണെങ്കിൽ ചേച്ചിയാണെങ്കിൽ അവിടെ ഒരു ആടിനെ കണ്ടായിരുന്നു. മാനാണോ? ആര് ക്യാപ്പിലായിരുന്നു, പക്ഷേ കണ്ട് പോയോ? നമുക്ക് നോക്കാവേ. അപ്പോൾ ഗൈസ് നമ്മളാണെങ്കിൽ ഒരു മാനെ നമ്മളങ്ങ് ദൂരെ കണ്ടിട്ടുണ്ട്. അപ്പം നമ്മൾ ചേച്ചിമാരാണെങ്കിൽ ഇവിടെ നിൽക്കുക കേട്ടോ. അപ്പം ഇങ്ങോട്ടെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പം നല്ല ക്ലിയറായി വരുന്നുണ്ട്. അപ്പോൾ നമ്മളാണെങ്കിൽ ഇവിടെ നിന്ന് പോയിട്ട് വേണം. നമുക്ക് ഇതിൻ്റെ മേലോട്ട് ഭയങ്കര കയറ്റാണ്. അപ്പോൾ അവിടെ പോയിട്ട് അവിടെ ആണെങ്കിൽ അപ്പുറത്തെ സൈഡിലാണെങ്കിൽ ഉണ്ടെന്ന് തോന്നുന്നു. അപ്പോൾ ഗൈസ് നമ്മളാണെങ്കിൽ ആ കാണുന്ന റിവർ ക്രോസ് ചെയ്ത് ഇങ്ങോട്ട് അപ്പുറം വന്നു കേട്ടോ. ഭയങ്കര സ്റ്റീപ്പാണ്. ഇത് മേളിലെത്തണം. വണ്ടി ഉണ്ടെങ്കിൽ ഇച്ചിരി എളുപ്പമായിരുന്നു, പക്ഷേ ഇച്ചിരി പാടായി ഇപ്പോൾ. അപ്പോൾ എൻ്റെ പൊന്നടാവേ, നിങ്ങളെല്ലാവരും നമ്മുടെ വീഡിയോ കണ്ടു കഴിഞ്ഞിട്ട് നമ്മളോട് ഏറ്റവും കൂടുതൽ ചോദിക്കുന്ന ഒരു കാര്യം എന്താണെന്ന് വെച്ചാൽ, ചേട്ടാ ഞങ്ങൾക്കൊന്ന് ഹണ്ടിങ്ങിന് വരാൻ പറ്റുമോ, ഞങ്ങൾക്ക് നായാട്ട് ചെയ്യാൻ പറ്റുമോ? അതാണ് നിങ്ങൾ ചോദിക്കുന്നത്. നിങ്ങൾക്ക് എല്ലാവർക്കും ഇനി നായാട്ട് ചെയ്യാം. ഞങ്ങൾ നിങ്ങളെ കൊണ്ട് നായാട്ട് നടത്തിച്ചിരിക്കും. നമ്മൾ ആഫ്രിക്കയിൽ അതിനുള്ള സജ്ജീകരണങ്ങളെല്ലാം ചെയ്തിരിക്കുകയാണ്. 7 ദിവസം നീണ്ടു നിൽക്കുന്ന ഒരു ആഫ്രിക്കൻ ട്രിപ്പാണ് നമ്മൾ പ്ലാൻ ചെയ്തിരിക്കുന്നത്. അതോടൊപ്പം തന്നെ ന്യൂസിലാൻഡിലും നമ്മൾ ഹണ്ടിങ്ങിൻ്റെ
അറേഞ്ച്മെന്റ്സ് നമ്മൾ ചെയ്തിട്ടുണ്ട്. പക്ഷെ ഇപ്പം നമുക്ക് നിലവിൽ ആഫ്രിക്കയിലാണ് നമ്മുടെ ഒരു 7 days ട്രിപ്പാണ് നമ്മൾ ചെയ്യുന്നത്. അൾട്ടിമേറ്റ് ഹണ്ടിങ് ആയിരിക്കും, അൾട്ടിമേറ്റ് ഹണ്ടിങ് സഫാരിയുടെ കൂടെ ആയിരിക്കും കേട്ടോ നിങ്ങളുടെ ട്രിപ്പ്. അപ്പോൾ നിങ്ങൾക്ക് ഇതിനെപ്പറ്റി കൂടുതൽ വിവരങ്ങൾ അറിയണമെങ്കിൽ, ആഫ്രിക്കൻ ട്രിപ്പിനെ പറ്റിയും അതോടൊപ്പം നമ്മുടെ ന്യൂസിലാൻഡ് ട്രിപ്പിനെ പറ്റിയും നിങ്ങൾക്ക് കൂടുതൽ വിവരങ്ങൾ അറിയണമെങ്കിൽ നമ്മുടെ ഈ താഴെ കാണുന്ന നമ്പറുകളിൽ നിങ്ങൾ ബന്ധപ്പെടുക. അല്ലാത്തവരാണെങ്കിൽ ഇമെയിൽ അയക്കുക. കൂടുതൽ വിവരങ്ങൾ നിങ്ങളിലേക്ക് എത്തും. നമ്മളെല്ലാവരും കൂടെ പോയി ഹണ്ടിങ്ങും ടെണ്ണമ്മലൊക്കെ അടിച്ച് തകർക്കും കേട്ടോ. അപ്പോൾ ഓക്കെ. വലിയ സ്റ്റാഗ് പിടിച്ച സ്ഥലം. മിക്ക പ്രാവശ്യം നമുക്ക് കിട്ടുന്ന ഇവിടുന്ന് തന്നെയാണ്. നമ്മളിപ്പം താഴെ നിന്ന് മേള വരെ എത്തി. ഇനിയാണെങ്കിൽ കഴിഞ്ഞ പ്രാവശ്യം ഇവിടെ നിന്ന് തന്നെ പിടിച്ചായിരുന്നു. അപ്പം ഇവിടെ നല്ല ഇപ്പം സൂര്യനൊക്കെ വന്ന് തുടങ്ങിയിട്ടുണ്ട്. നമുക്കിവിടെ വെയിറ്റ് ചെയ്യാം. ആ സൈഡിലാണ് എപ്പോഴും നോർമലാണ് വരുന്നത്. നമുക്ക് പക്ഷേ ഇപ്പം കാണാനൊന്നും പറ്റത്തില്ല. കുറച്ച് കഴിയാൻ നേരത്തെ ചിലപ്പോൾ ഇറങ്ങി വരും പുല്ല് തിന്നാനായിട്ട്. അവിടെ ഉറങ്ങിപ്പുണ്ടായിരുന്നു, അതങ്ങോട്ട് കയറിപ്പോയി. അത് ഇറങ്ങി വരും. വെയിറ്റ് ചെയ്ത് അത് ഇരിക്കുന്നത് കാറ്റങ്ങോട്ട് കണ്ടോ, ഈ കാറ്റങ്ങോട്ട് അപ്പം മണം കിട്ടിയാണ്. അപ്പോൾ നമ്മൾ ഏകദേശം ഇന്നും നടപ്പെല്ലാം നമുക്ക് വെറുതെ ആയി. അപ്പോൾ ഒന്നും തന്നെ കിട്ടിയില്ല. പക്ഷേ ഇനി തിരിച്ചു പോകുന്ന വഴിക്കായിരിക്കും ചിലപ്പോൾ നമുക്ക് കിട്ടുന്നത്. ഇനി ഈവനിങ് സെഷനുണ്ട്, നമുക്ക് നാളെ ഒരു ഹോളിഡേ ഉണ്ട്. അപ്പോൾ നമ്മൾ ഏതായാലും സ്ഥാനത്തെ വീഴ്ത്തിയിരിക്കും. ഇപ്പോൾ ഒന്നും കിട്ടിയില്ല. അതാണ് ഹണ്ടിങ്ങിൻ്റെ പ്രത്യേകത. ചില ദിവസം കിട്ടും, ചില ദിവസം കിട്ടിയില്ല. നമ്മുടെ പുറകിലൊക്കെ ആണെങ്കിൽ ഇഷ്ടം കൂടി പക്ഷേ ഇവിടെ ഒറ്റ ഒരെണ്ണത്തെ കാണുന്നില്ല. നമ്മൾ നോക്കാൻ വേണ്ടി വന്നത് എവിടെയായിരുന്നു? ഈ സൈഡിലായിരുന്നു. പക്ഷെ ആ സൈഡിലുള്ള മാനാണ് ഇപ്പോൾ ഇറങ്ങി വരുന്നില്ല. നമ്മുടെ 2 ചേച്ചിമാരും താഴെ നിൽക്കുക. നമുക്ക് ഇനി താഴെ പോകണം. താഴെ പോയിട്ട് നമുക്ക് പിന്നെ വീട്ടിൽ പോയിട്ട് ലഞ്ച് കഴിഞ്ഞിട്ട് വൈകുന്നേരം നമുക്ക് ഈവനിങ് സെഷൻ നോക്കാം. ചേട്ടാ അപ്പോൾ അതേ നമ്മൾ രാവിലെ തൊട്ട് മഴയെ കഴിഞ്ഞ് കുറേ നടന്നില്ല. മൊത്തത്തിൽ വെതറും അലമ്പായിരുന്നു, എല്ലാ കാര്യങ്ങളും ഇച്ചിരി അലമ്പായിരുന്നു. അതുകൊണ്ട് നമുക്കിത് രാവിലെ ഞങ്ങൾക്കൊരു 1-2 കൂട്ടിനൊന്നും കണ്ട് ഞങ്ങൾ വെടിവെച്ചില്ല. കാരണം ഞങ്ങൾ ഡിയറിനെ വെടിവെക്കാൻ വേണ്ടി ഇറങ്ങിയായിരുന്നു. ഇനിയിപ്പോൾ തിരിച്ചു പോകുന്ന വഴിക്ക് ഹോപ്പ്ഫുള്ളി നമുക്ക് എന്തെങ്കിലും കാണാം. ഇല്ലെങ്കിൽ ഈവനിങ് സെഷനുണ്ട്. അപ്പോൾ നമുക്ക് നോക്കാം. എല്ലാവരും മടുത്തോ? ചെറിയ നടപ്പല്ലേ. ഇന്നെനിക്ക് തോന്നുന്നു നമ്മളൊരു അങ്ങോട്ടും ഇങ്ങോട്ടും ഇനിയിപ്പോൾ വീട്ടിലും കൂടെ ചെല്ലാൻ നേരത്തെ ഏകദേശം ഒരു 10 കിലോമീറ്റർ ആണെന്ന് തോന്നുന്നത്. കാരണം മുകളിലെ കയറ്റം കൊണ്ട് നോക്കുമ്പോഴേ എന്താണെന്ന് കയ്യിലെ കാശും കൊടുത്ത് ആൾക്കാർ ചിന്തിക്കുന്നത് എന്തൊരു സുക്കടാണെന്നാണ് ചിന്തിക്കുന്നത്. ചില്ലറയല്ല. ഓടി 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 ഓടി. പക്ഷെ പൂലിയ വീണു വീണു മറ്റേതിനെ കിട്ടാൻ നോക്കും. ഒരെണ്ണം കിട്ടി ഗൈസ്. അപ്പോൾ നമുക്ക് അടിപൊളി നടന്നതിൽ എന്തെങ്കിലും സംഭവം കിട്ടിയത്. അപ്പം കൺഗ്രാറ്റുലേഷൻസ്. നമുക്ക് ഒരെണ്ണം കിട്ടിയല്ലോ. ഓക്കെ. അപ്പോൾ അതെ നമുക്ക് വന്ന് സ്ഥാനത്ത് അടിച്ചിട്ടിരിക്കുകയാണ്. വയറിൽ എംറ്റിയാ, പേടിക്കണ്ട. ഇനി അവനെ ഇതാണെങ്കിൽ ഒരു ക്രീക്കാട്ടോ. അത് ഇതാണെങ്കിൽ ഇതിൻ്റെ ഇവിടെ നമ്മൾ ക്രോസ് ചെയ്ത് അപ്പുറം പോയി എടുക്കണം നമുക്ക്. അപ്പോൾ കേസ് നമ്മുടെ സാധനം അപ്പുറമാണ്. ഇല്ല പൊരുടാ, ഈ സാധനം ഈ മല അപ്പുറം തൊടുക. പണ്ട് നമ്മൾ തൊടുക 6 നീന്തി കിടന്നവരെ ഇത് നീന്താനല്ല, ഇത് പണ്ടാറ് തണുപ്പോ വെള്ളത്തിന്. പിന്നെ ഇതിൻ്റെ വിഷയം എന്ന് പറഞ്ഞാൽ സിമെന്റ് തെറിച്ച് കിടക്കുക.
അപ്പോൾ ഒന്ന് ഇറങ്ങാൻ പറ്റി നോക്കാം, ഇല്ലെങ്കിൽ നനയാന്നുള്ളേ ഉള്ളൂ. അപ്പോൾ കായ്ച്ചത് അവർ അവിടെ നിൽക്കുക കേട്ടോ. സൂപ്പർ ഷോട്ട് കേട്ടോ, നമ്മൾ അടിപൊളി. നമ്മളത് ഇവിടെ എത്തി കേട്ടോ. ഷോർട്ട് പ്ലേസ്മെന്റ് എന്ന് പറഞ്ഞാണല്ലോ സൂപ്പർ ആണ് കേട്ടോ. ചെറിയ നല്ല നാരിയോടാ കേട്ടോ. ഞാൻ എക്സൈറ്റഡ് ആണ് അപ്പുറം സ്പെഷ്യൽ ബിരിയാണി കഴിക്കാനെന്ന്. ഈ ഇതുകൊണ്ടൊരു ബിരിയാണി വെച്ചാണ്ടല്ലോ, കുഞ്ഞാട്. ഓ നല്ല ടേസ്റ്റ് ആയിരിക്കും. സൂപ്പർ സാധനമായിരിക്കും അല്ലേ? കൊണ്ടുവന്നാ അടിപൊളി സാധനമായിരിക്കും അല്ലേ? എൻ്റെ പൊന്നടാവേ, അപ്പുറത്തുനിന്ന് അടിച്ചിട്ട് സാധനം ഇത് നോക്കി. ഞങ്ങളെ ഈ ക്രീക്ക് ഇനി അപ്പുറം എത്തിക്കാം. ഇതാണ് ഇത് ഹണ്ടിങ് നല്ല ഗേൾസിന്റെ ജോലി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതൊക്കെയാണ്. നമുക്ക് പണിയുണ്ട് അല്ലേ? ചെറിയ കുഞ്ഞാട്. ഇതിനൊക്കെ എന്ന് പറഞ്ഞാൽ ഓർഗാനിക് പുല്ല് മാത്രം തിന്ന് കാട്ടിക്കൂടെ കറ്റിലെ അരുവിയിലെ വെള്ളം നല്ല പുല്ല് മാത്രം നിന്ന് തന്ന സൂപ്പർ കാട്ടാട് കേട്ടോ. നല്ല സൂപ്പർ അടിപൊളി ഷോട്ട്. ഉണ്ണിച്ചേട്ടാ തകർന്നു. ഇടുക്കിയുടെ അഭിമാനമായ അപ്പോൾ നമ്മൾ രാവിലത്തെ സെഷനൊക്കെ കഴിഞ്ഞ് നമ്മളിതേ അവസാനം ഒരു നടന്ന് അവസാനം നമ്മൾ വീട്ടിലെത്തി. നമ്മളിതേ ആളുടെ കൊണ്ടുവന്നിട്ടുണ്ട്. നമുക്ക് ലഞ്ച് സമയം കേട്ടോ. ഇനിയിപ്പോൾ നമുക്ക് പോയിട്ട് ലഞ്ചൊക്കെ കഴിച്ച് ഇനിയിപ്പം വൈകുന്നേരം നോക്കിയാൽ മതി. നല്ല വെയിലേക്കായി. നമുക്ക് ഇതിനെ പോയിട്ട് ഇനി ക്ലീൻ ചെയ്യണം. ക്ലീൻ ചെയ്തിട്ട് ഫുഡൊക്കെ കഴിച്ച് നമുക്ക് ഇനിയിപ്പോൾ വൈകുന്നേരത്തെ സെഷൻ നോക്കാം. അയ്യോ ഒരു രക്ഷയില്ലായിരുന്നു കേട്ടോ. വണ്ടിയിലായിരുന്നു. ഇത്തവണ വണ്ടി കിട്ടിയില്ല, അതുകൊണ്ട് ഫുൾ നടപ്പായിരുന്നു. അപ്പോൾ നമ്മൾ വീട്ടിലേക്ക് തിരിച്ചു വന്നു കഴിഞ്ഞാൽ പിന്നെ അവിടുത്തെ താഴത്തെ ക്ലിഫിൽ 2 ആടുകൾ സ്റ്റക്കായിട്ട് നിൽപ്പുണ്ട്. അതിനെ നമ്മൾ വെടി വെച്ചില്ലെങ്കിൽ അതവിടെ ഭക്ഷണമൊന്നുമില്ലാതെ ചത്തുപോകും. അപ്പോൾ നമുക്ക് ഇവർക്ക് ടൈം എടുത്ത് നമ്മുടെ ഗേൾസിന് ഒരു പ്രാക്ടീസ് ഒന്ന് കൊടുത്തു നോക്കാം, കിട്ടുമെന്ന്. കമോ ഓ അവിടെ നിൽക്കുക അല്ലേ? ഓ അവിടെ നിൽക്കുക കേട്ടോ. നല്ല ഭാഗത്ത് നിൽക്കുക കേട്ടോ. ഇപ്പം ആണെങ്കിൽ അവന്മാർ അവിടെ കുടുങ്ങിയിരിക്കുക. എന്നാൽ പോകാൻ പറ്റാതെ എനിക്ക് വലത്തോട്ട് പോകണം. നല്ലോണം വലത്തോട്ട് പോയി വാലിൽ മാറിയിരിക്കുക. താഴെ വരും. ഓ ബ്യൂട്ടിഫുൾ. അപ്പോൾ ഗായ്സ് നമ്മളാണെങ്കിൽ നമ്മൾ വെടിവെച്ച് ഇവിടുന്ന് കേട്ടോ. ഈ ഒരു കുന്നിൻ്റെ അവിടെ സ്റ്റക്കായി നിൽക്കുമായിരുന്നു. അപ്പോൾ 2 എണ്ണത്തിന് നമ്മൾ വെടിവെച്ച് താഴെയിട്ടുണ്ട്. ഒരെണ്ണം നമ്മുടെ നിതീഷ ചേച്ചി ആണെങ്കിൽ ഒരെണ്ണം അടിച്ചിട്ടുണ്ട്. ഒരെണ്ണം പുറകെ താഴെ എത്തിയിട്ടുണ്ട്. ശരി പുറകെ ഉള്ളത് എവിടെ പോയാൽ അറിയില്ല. എവിടെ പോയത്? എവിടെ വീണില്ല. ആ സ്ലോപ്പിന്റെ പിന്നിലുണ്ടാവും. നമ്മളാണെങ്കിൽ ഇതിൻ്റെ അപ്പുറമാണ് സാധനം. 2 നമുക്ക് കിട്ടിയതാണെങ്കിൽ വെള്ളത്തിനപ്പുറം. അപ്പം ഒരെണ്ണം അവിടെ കിടപ്പുണ്ട്. രണ്ടാമത്താണ് ഇതിലേ പോയെന്ന് അറിയില്ല. അവിടെ തന്നെ കാണുമായിരിക്കും. ഈ ഒരു ഏരിയ ആയിരുന്നു കേട്ടോ നമ്മുടെ ഇവിടെ വെച്ചത്. അല്ല പാതിര നിൽക്കുമായിരുന്നു ഇവിടെ. അപ്പോൾ അതിനെയാണെങ്കിൽ ജസ്റ്റ് ഒന്ന് അവിടെ തന്നെ കട്ട് ചെയ്യും കേട്ടോ. അവിടെ തന്നെ കട്ട് ചെയ്തുകൊണ്ട് ഇനി അവിടെ നിന്ന് എറിയണം. മൊത്തം വെള്ളത്തിൽ കൊണ്ട് മുക്കിയോ? അപ്പം കൺഗ്രാജുലേഷൻസ് കേട്ടോ. അപ്പം നമ്മുടെ ഹണ്ടിങ് സഫാരിയിലൂടെ വന്നിട്ട് ഒരു 2ാമത്തെ പെൺപുലി ഒരു ആടിനെ ഉപയോഗിച്ചിരിക്കുകയാണ്. എങ്ങനെയുണ്ടായിരുന്നു എക്സ്പീരിയൻസ്? ഇതൊക്കെ നമ്മൾ ഇതുപോലുള്ള എക്സ്പീരിയൻസുകളാണ് ഹണ്ടിങ് എന്ന് പറയുന്നത്. നമ്മൾ ഇന്ന് രാവിലെ എന്തോരം നേരം നടന്നു? ഒരു 4-5 മണിക്കൂർ ഒന്നും ആക്ഷൻ നടന്നില്ല. പക്ഷെ അവസാനത്തെ ഒരു അരമണിക്കൂർ ഫുൾ ആക്ഷൻ. എല്ലാം വീടിൻ്റെ അടുത്ത് തന്നെ. അതാണ് തല വന്നടിച്ചോ. ചെറിയൊരു മഴ വന്നിട്ടുണ്ട് കേട്ടോ. എന്തായാലും കുഴപ്പമില്ല, അതൊരു എക്സ്പീരിയൻസ് അല്ലേ. എന്തായാലും ഭാര്യ ഭർത്താവും പിടിച്ചല്ലോ. രണ്ടുപേരും പിടിച്ചോ.
അപ്പോൾ നമ്മുടെ ബിഗ് ഡേ ആയിരുന്നു ഇത്. അത് കഴിഞ്ഞ് വന്ന് ഒരു ചെറിയ കുഞ്ഞാടിനെ നമുക്ക് കിട്ടിയത് നമ്മളൊന്ന് ഫ്രൈ ആക്കി ഒന്ന് എടുക്കുക. ജസ്റ്റ് ഒന്ന് കുക്കർ അടുപ്പിച്ച് കുഞ്ഞാടായിരുന്നു. അപ്പോൾ അതിനൊന്ന് ഫ്രൈ ചെയ്തെടുക്കുകയാണ്. ബാക്കിയുള്ള ചോറുണ്ട്, നമ്മുടെ റൈസ്, ബ്യൂട്ടിഫുൾ നെയ്ച്ചോറ്. പുറത്താണ് മെയിൻ സാധനം. പുറത്തെ പരിപാടി പുറത്താണ്. നമ്മുടെ ഇവരെല്ലാം പുറത്തിരിക്കുകയാണ്. നമ്മുടെ കുറേ ഫുഡുകളെല്ലാം ഇവിടെ ഇരിക്കുവാണ്. അപ്പോൾ എല്ലാവരും രാവിലത്തെ ക്ഷീണം മാറിയോ? മാറിക്കൊണ്ടിരിക്കുന്നല്ലേ. ചെറിയൊരു നടപ്പായിരുന്നു. അത് ഈ വെതറിങ്ങനെ നല്ല കുറേ പന്നിയിറച്ചി ഇരിപ്പുണ്ട്. കറപ്പിച്ച പന്നിയിറച്ചി, കോഴിക്കറി, റൈസ്, ബ്രെഡ്, ഇതൊക്കെയാണ് നമ്മുടെ ചെറിയ ക്യുക്ക് ലഞ്ച്. എന്ത് പറയാനല്ലേ, നമ്മുടെ ടീമും പോയി. കുഴപ്പമില്ലതേ, ഇനിയും വേൾഡ് കപ്പ് ഉണ്ടല്ലോ. അപ്പോൾ ഗായ്സ്, നമ്മളാണെങ്കിൽ വൈകുന്നേരം ആണെങ്കിൽ ഇന്ന് ഹണ്ടിങ്ങിന് പോയില്ല. അപ്പോൾ അതിന് പകരം നമ്മളാണെങ്കിൽ ഇന്ന് പിടിച്ച നമ്മുടെ സൂപ്പർ ആടല്ലേ, സൂപ്പർ ആടിനെ നമ്മളാണെങ്കിൽ ഇന്നാണെങ്കിൽ ഒരു ആട് ബിരിയാണി വെക്കാൻ വേണ്ടി പോവാം. അപ്പോൾ അതിന് നല്ലൊരു പീസ് എടുത്ത് നമ്മൾ അതാണ് ഇതിൻ്റെ ഏറ്റവും വലിയ രസം എന്ന് പറയുന്നത്. നമ്മൾ സാധനത്തെ പിടിച്ച് അതിനെ തന്നെ ചൂട്ട് നിന്ന് ബിരിയാണി വെച്ച് കഴിച്ച്, അതൊക്കെയാണ് ഹണ്ടിങ്ങിൻ്റെ രസം. അതെ, ഇന്ന് രാത്രിയാണെങ്കിൽ നമ്മൾ ഇതാണെങ്കിൽ ഇന്നലാണ് വേറെ ആട ഉണ്ടാക്കിയായിരുന്നു. അപ്പോൾ നല്ല ടേസ്റ്റ് ആയിരുന്നു. അപ്പം എന്നാൽ പിന്നെ ഓർത്ത് അതിനെ വെച്ചാണ് ഒരു ബിരിയാണി ഉണ്ടാക്കിയത്. അപ്പോൾ നല്ല ആട് റൈസ് റെഡി ആകുന്നുണ്ട്. പിന്നെ അതുപോലെ വേറെ ഒരു ചെറിയ ആട് ഇവിടെ ഇരിപ്പുണ്ട് ടച്ചായിട്ട്. ഓഹ് എൻ്റെ അമ്മോ. അതുപോലെ നമുക്കാണെങ്കിൽ ഇന്ന് എക്സ്ട്രാ ഒരു സംഭവമുണ്ട്. ഇന്നാണെങ്കിൽ ഇന്നലെ കിട്ടിയില്ല, ഇന്നലാണെങ്കിൽ ചെതറിപ്പോയി. അപ്പോൾ ഇന്ന് നമുക്ക് മനോഹരമായ നല്ലൊരു സൂപ്പർ എങ്ങനെ പറയണ്ട നല്ല ആടിൻ്റെ ലിവർ കിട്ടിയിട്ടുണ്ട്. നമ്മുടെ ലിവറുണ്ട്. അപ്പം ഇതിൽ നല്ലൊരു സാധനം മനുഷ്യന് ഭൂമിയിൽ കിട്ടാനില്ല. അതെ, അതുപോലെ രണ്ട് ചെറിയ ഹാർട്ടും ഉണ്ട്. ഇതെല്ലാം കൂടെ ഒന്നിച്ചിട്ട് ചെറിയൊരു സവാരി രീതി അല്ലേ, ചെറിയൊരു ടച്ചാണ്. ഇതിൻ്റെ ഒരു ചെറിയ പരിപാടി എന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ ഹാർട്ടിൻ്റെ കൂടെ ലിവറിൻ്റെ കൂടെ നമ്മൾ നല്ല സൂപ്പർ വരട്ടി നല്ല സൂപ്പർ ലിവറിൻ്റെ കൂടെ കള്ളടിച്ച് കഴിഞ്ഞാൽ നമ്മുടെ ലിവറിന് ഒരു പവറായിരിക്കും. അപ്പോൾ അതുകൊണ്ട് കാശ് കൊടുത്താലും കിട്ടാത്ത ലിവറിലെ ജോൺസാണ് നമ്മൾ അടിച്ച് തീർക്കുന്നത് പറയുന്ന രീതി. അതുകൊണ്ട് ഈ ലിവർ അതിൻ്റെ കൂടെ നമ്മൾ കഴിക്കുക. നമ്മുടെ ലിവർ നമ്മളത് ചെറിയ ടച്ചായിട്ട് ഉണ്ടാക്കിക്കൊണ്ടിരിക്കുകയാണ്. ഇന്ന് നടന്നതിനും മഴ നനഞ്ഞതിനും ഒടിവ്, ചതവ്, വാദം, ആമവാദം, സന്ധിവാദം എല്ലാത്തിനും ഇത് കഴിച്ചു കഴിഞ്ഞ് കഴിഞ്ഞാൽ എല്ലാ ക്ഷീണവും ഇന്ന് മാറും. ഇന്നത്തെ ആ ഒരു എല്ലാ യാത്രകളും ന്യൂട്രീഷൻ തിരിച്ച് ഇവിടെ കയറും. അതായത് നമ്മുടെ ആളിവിടെ ഇരിപ്പുണ്ട്. ആട് ബാക്കിയാണ് അടിക്കാതിരിക്കുന്നു. ഇതിനെ കയറിയിട്ട് വേണം നമുക്ക് സെറ്റാക്കാനായിട്ട്. ഇത് നമുക്കാണെങ്കിൽ ജസ്റ്റ് ട്രൈ ഒക്കെ എടുക്കാം അല്ലേ? പിന്നെ ട്രൈ ഒക്കെ എടുക്കണം. ഇതിപ്പോൾ ജസ്റ്റ് ഒന്ന് ഇട്ടിട്ടുള്ളൂ. ഇതിൻ്റെ അകത്ത് ഇനി അപ്പോൾ എല്ലാവരും ഇവിടെ നമ്മൾ രാത്രിയായി. ഇപ്പം ഏകദേശം രാത്രിയായി. അപ്പോൾ എല്ലാവരും ചെറിയ ടച്ചൊക്കെ അടിച്ചിങ്ങനെ ഇരിക്കുകയാണ്. അപ്പോൾ നമ്മുടെ ആണെങ്കിൽ ഇന്ന് പിടിച്ച ഒരു മാൻ്റെ ഒരു ചെറിയൊരു എന്നാ പറയുക ഡ്രൈ ഫ്രൈ അല്ലേ, ഡ്രൈ ഫ്രൈ പോലെ ആക്കി നല്ല വേവിച്ചെടുത്ത് നല്ല സൂപ്പറാക്കി വെച്ചിട്ടുണ്ട്. ഓ, ഇതാണ് നല്ല ചെറിയ ആളായിരുന്നു കേട്ടോ, കുഞ്ഞാട്. അയ്യോ, മന്തിയൊക്കെ അല്ലേ, മന്തിയുടെ മേളിലൊക്കെ ഇരിക്കുന്ന ആ കാല് പോലെ, അതെ ചെറിയ കാല്. അതുപോലെ നല്ല വാരിയുണ്ട്. ഓ, ഈ ആടിൻ്റെ ഏറ്റവും വലിയ പ്രത്യേകത എന്താ പറയുക, ഈ ആട് മുലപ്പാൽ മാത്രം കുടിക്കുക. കുഞ്ഞാട് ഇളം പുല്ലും മുലപ്പാൽ മാത്രം കുടിച്ച നല്ല വിട്ടുപൂരുവാണല്ലോ. അയ്യോ, അതിൻ്റെ ബാക്ക് സ്റ്റാപ്പ് പറഞ്ഞാണല്ലോ വേണ്ടത്. ഒന്നുമില്ലേ? ഓ, ഇതിൻ്റെ കാലിനെടുത്തിട്ട് കോഴിക്കാല് പോലെ കാടിൻ്റെ കാലാന്ന് പറയുമോ, കുഞ്ഞാടിൻ്റെ കാല. മന്തി അടിപൊളി കേട്ടോ. അടിപൊളി അടിപൊളി. നീ അപ്പോൾ അടുത്തത് നമ്മുടെ ആടിനെ വെടി വെച്ച ചേച്ചിക്ക് കൊടുക്കുക. ഒന്ന് നോക്കി, അതായിരിക്കും ഏറ്റവും നല്ലത്. ഓ, ഈസി ആയിട്ട് വരുക. ഇങ്ങോട്ട് ചേച്ചി ചേച്ചിയാണെങ്കിൽ പിന്നെ അടുത്ത ലിവറിനോട് വെയിറ്റ് ചെയ്യുക അല്ലേ?
ലിവർ ആൻഡ് ഹാർട്ട്. ലിവർ ആൻഡ് ഹാർട്ട് വരുന്നുണ്ട്. എല്ലാം പറയാൻ വരും. അതെ ഉണ്ണിച്ചേട്ടനാണെ പറഞ്ഞു കിടക്കുന്നത് ഇതില്. നമ്മുടെ എന്റെ അമ്മോ അപ്പം നമ്മുടെ കയ്യിൽ 2 മട്ടൺ ബിരിയാണി റെഡി ആയിട്ടുണ്ട്. അപ്പോൾ നേരെ കയറ്റി ഇനി നമുക്ക് ദം ചെയ്യാൻ പോകണം. നമ്മുടെ ദം ബിരിയാണി ഉണ്ട്. നമ്മുടെ 2ാമത്തെ ദമ്മാണ് കേട്ടോ. ആദ്യത്തെ ദമ്മാണെങ്കിൽ ഓൾഡിന്ന് പൊട്ടിച്ചായിരുന്നു. സൂപ്പറായിട്ട് ആരോടൊന്ന് പ്രതീക്ഷിക്കുന്നു. എല്ലാവരും പ്രതീക്ഷയാണല്ലോ. അപ്പോൾ 2ാമത് ദമ്മ് നമ്മുടെ നല്ല ഓവനിലൊക്കെ വെച്ച് നല്ല എന്തെന്ന് അറിയത്തില്ല. നമുക്ക് ട്രൈ ചെയ്ത് നോക്കാം. നല്ല ആവി വറുക്കുന്ന മട്ടൻ ബിരിയാണി ഗൈസ്. ഇവിടെ ഇരിക്കുന്നവർ ബ്രസീൽ തോറ്റ വർഷത്തിൽ കരഞ്ഞുകൊണ്ടും പോർച്ചുഗൽ ജയിക്കല്ലേ എന്നും പറഞ്ഞുകൊണ്ടിരിക്കുന്ന ഒരു കൂട്ടം ജനങ്ങൾ.